ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് കുറേ ലിങ്കുകൾ കിട്ടും. അതിലെല്ലാം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ എന്താ പറയുക, നാളെയല്ല 10-ാം തീയതി, മാർച്ച് 10-ാം തീയതി ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ്ങിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് ഒരു മാക്സിമം ഒരു 10 പേരൊക്കെ നമ്മൾ ക്ലാസ്സിലുണ്ടാവുള്ളൂ. പരമാവധി പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഇത് ലൈവ് മാർക്കറ്റിലാണ് കേട്ടോ ഈ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈവ് മാർക്കറ്റിലെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റു പരിപാടികൾ നിർത്തിവെച്ചിട്ട് ഈ ഒരു ക്ലാസ് നടത്തുകയാണ്. ഒത്തിരി പേരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പരിപാടിക്ക് ഞാൻ ഇറങ്ങിയത്. കാരണം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ലൈവ് മാർക്കറ്റിൽ തന്നെ പഠിക്കണം, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ചരിത്രം എടുത്ത് നോക്കിയിട്ട് അത് വെച്ച് പഠിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനേക്കാൾ ഏറ്റവും മികച്ചത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്നെ പഠിക്കുന്നതാണ്. അപ്പം മറ്റ് പരിപാടികൾ മാറ്റി വെച്ചിട്ട് ഈ ക്ലാസ് ചെയ്യാനായിട്ട് ഈ 2 ദിവസം ഞാൻ മെനക്കെടുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആർക്കെങ്കിലും ഓപ്ഷൻ ബൈയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ ക്ലാസ്സുകളിലേക്ക് എത്തിക്കുക. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങണം, എപ്പം നിർത്തണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മിക്ക ആൾക്കാരും തുടങ്ങാൻ നല്ല ഉഷാറായിരിക്കും. എപ്പോൾ തുടങ്ങിയാലും വൻ വിജയമായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവർ അവസാനിപ്പിക്കുന്നത് കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ, ഉണ്ടായിരുന്നതും പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. ബെസ്റ്റ് എൻട്രി സെറ്റപ്പ് ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള, അതായത് ഒരു മികച്ച സ്ട്രാറ്റജിയാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ ഇതുവരെയും ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനു മുൻപേ ഞാൻ ഇവിടുന്ന് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി രജിസ്റ്റർ ചെയ്യുക. മാക്സിമം ഒരു 10 പേരെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വലിയൊരു അഡ്വർടൈസിങ്ങോ മാർക്കറ്റിംഗ് ക്യാമ്പയിനോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതെ എന്നെ അറിയുന്നവർ, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എൻ്റെ ഗ്രൂപ്പുകളിൽ ആരൊക്കെ ഉണ്ടോ അവരറിയും. അതിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെ കൂടി ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനലായാലും ഞാനായാലും എല്ലാം മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, നിഫ്റ്റി ഇപ്പോൾ 22,000 വന്നിട്ട് 3 ദിവസമായിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 22,500 മുകളിൽ ക്ലോസിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തിരിച്ചിറങ്ങുന്നതാണോ അല്ല അവിടെ നിന്ന് പ്രോപ്പർലി ഒരു ബുള്ളിഷ് ഒരു റിവേഴ്സൽ തന്നെയാണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നോർമലി 3-ാമത്തെ ക്യാൻഡിൽ മുതൽ നമുക്ക് അറിയാൻ പറ്റും പുൾ ബാക്ക് ആണോ അല്ല ഇനി ഫർദർ ഫോൾ വരുന്നുണ്ടോ അല്ല മുകളിലോട്ട് പോകുമോ എന്നൊക്കെയുള്ളത്. സോ നോർമലി ഒരു റിവേഴ്സൽ, ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ വലിയ ഇൻഡെക്സുകളിൽ എങ്ങോട്ട് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ 22,000 ടച്ച് ചെയ്തു. 22,200 ലെവലിൽ കുറച്ചൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. അതായത് ഒരു ദിവസം ഗ്രീൻ ആയിരിക്കും, പിറ്റേന്ന് റെഡ് ആയിരിക്കും, അങ്ങനെ താഴോട്ട് മുകളിലോട്ടും 22,000 കട്ട് ചെയ്യാതെ ഒരാഴ്ചയെങ്കിലും പോയതിന് ശേഷം പതുക്കെ അപ്പ് ഓർ ഡൗൺ തീരുമാനം എടുക്കും. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ കണ്ടത് ഒരു പുൾ ബാക്കിൻ്റെ സ്റ്റൈലാണ്. 22,000 വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചൊരൊറ്റ പൊങ്ങലായിരുന്നു. അത് റബ്ബർ പന്തൊക്കെ നിലത്തേക്ക് എറിഞ്ഞാലുണ്ടാവുന്നില്ലേ, അതേ രീതിയിൽ. പക്ഷെ അങ്ങനെ വന്നാലുള്ള ഒരു കുഴപ്പം, 3-ാമത്തെ ക്യാൻഡിൽ കഴിയുമ്പോൾ തന്നെ അത് വീണ്ടും റെഡ് ക്യാൻഡിലായിട്ട് താഴോട്ട് എവിടെയാണോ ടച്ച് ചെയ്തിട്ട് ബൗൺസ് ചെയ്ത് അവിടെ പോയിട്ട് വലിയ ക്യാൻഡിൽ വന്നതിനെ ക്രോസ് ചെയ്യുന്നത് കാണാറുണ്ട്. സോ ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു ഇതൊരു റിവേഴ്സലാണ് എന്ന് ഉറപ്പിക്കരുത്. അതിനനുസരിച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉറപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നോർമലി ആ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സലാണോ ഒരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും താഴോട്ട് തന്നെ പോകുമോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം. സോ ആ ഒരു കൺസേൺ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റോക്കിലൊക്കെ ആവറേജ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ സാധനം താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ആവറേജ് ചെയ്യാൻ ഫണ്ടും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദെൻ ഇന്നലെ ഓൺലൈൻ ന്യൂസുകളിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളാണ്. TCS, കോസ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, എറിസ് ലൈഫ് സയൻസ്, ഒമാക്സ്,
ദെൻ കൽപ്പതാരു പ്രൊജക്ട്സ് ബയോകോൺ ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതേപോലെ TCSും പവർ ഗ്രിഡും അതേപോലെ തന്നെ ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. US-ഉം ഉക്രൈനും തമ്മിലുള്ള യുദ്ധമല്ല, ശരിക്കും ഒരു പോര്. ആ പോരിനിടയിൽ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസ് കൂടിയാണ് കേട്ടോ. ഉക്രൈൻ ഒപ്പോസിഷൻ പാർട്ടികൾ ട്രംപിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് സെലൻസ്കിയെ ഇരിപ്പെടുത്തുന്ന ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഭരിക്കുന്ന ആളിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഒരാളുടെ സഹായം തേടുന്നത്. ഇത് നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ആധിപത്യം സ്ഥാപിച്ചത് അതേപോലെ അതേ മെത്തേഡിലാണ് US ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ആദ്യം അവർ കുറേ സഹായം കൊടുക്കും. സഹായം കൊടുത്തിട്ട് അവരുടെ പോളിസീസ് അവിടെ നടപ്പാക്കും, അല്ലെങ്കിൽ മിലിറ്ററി ബേസ് അവിടെ നടപ്പാക്കും. അതുമല്ലെങ്കിൽ സഹായം കൊടുക്കാതെ അത്യാവശ്യം സാമ്പത്തികമുള്ള രാജ്യങ്ങളാണെങ്കിൽ അവർക്ക് ഒരു ഭയം ഉണ്ടാക്കി കൊടുക്കും. അതായത് അവരുടെ അടുത്തുള്ള മറ്റു രാജ്യം അവർക്കൊരു ഭീഷണിയാണ് എന്ന രീതിയിൽ അവർക്ക് അവിടെ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു മിലിറ്ററി ബേസോ അല്ലെങ്കിൽ അവിടെ നിന്ന് കാശ് എങ്ങനെയാണോ കളക്ട് ചെയ്യാൻ പറ്റുക ആ പരിപാടികൾ അവിടെ നോക്കും. അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പല സ്ഥലങ്ങളിലും അവരുടെ ഒരു പോളിസി അല്ലെങ്കിൽ അവർക്കും അവിടെ ഒരു ഹോൾഡ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു രാജ്യമാണ് US. അത് അവരുടെ ഒരു പോളിസി അങ്ങനെയായിരിക്കാം. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്താ പറയുക, ഉക്രൈനിൽ ഓപ്പോസിഷൻ പാർട്ടീസ് നമ്മുടെ നാട്ടിലും പണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. പല വലിയ വലിയ രാജ്യങ്ങൾക്കെതിരെ വിജയിക്കാൻ പറ്റാത്തപ്പോൾ ചെറു നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ സഹായം തേടി അങ്ങനെ അവരെ തോപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തിരിച്ചറിഞ്ഞത് ഇവരെ നമ്മളെയും കൂടിയാണ് തോപ്പിച്ചത് എന്നുള്ളത്. അതേപോലെ ഇപ്പം ഉക്രൈനിൽ അയാളുടെ സീറ്റ് കളയാൻ വേണ്ടിയിട്ട് US-ൻ്റെ ഒരു സഹായം തേടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡിലുള്ളത് റഷ്യയാണ്. സ്വാഭാവികമായിട്ടും റഷ്യയും US-ഉം ആയിരിക്കും പിന്നീട് ഉണ്ടാകുന്ന ഒരു കോലാഹലം. സോ അതൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കണം. നമ്മുടെ മുന്നിൽ പാഠങ്ങളാണ് ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ ഇത് കഴിഞ്ഞു പോയതാണ്. പക്ഷെ അവർക്കൊന്നും ഇതറിയാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇതൊരു എന്താ പറയുക, ട്രംപിൻ്റെ വല്ലാത്ത ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്ന് വന്ന ഒരു മണി കൺട്രോളാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രംപ് ലോക സമാധാനത്തിന് ഒരു ഭീഷണിയായി മാറുന്നു എന്ന രീതിയിലാണ് മണി കൺട്രോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര അത് തുടക്കം മുതലേ അത് ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അയാളുടെ പോളിസീസ്, അയാൾ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിച്ച് നിർത്തിയിട്ട് സാധാരണക്കാരുടെ എല്ലാ അവകാശങ്ങളെയും വെട്ടിമാറ്റുന്ന രീതിയിൽ, അതായത് അവരിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ ആ ഒരു ഗ്യാങ്ങിന് അല്ലെങ്കിൽ അവരുടെ ഒരു കോർപ്പറേറ്റ് കൂട്ടായ്മക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ആ രാജ്യത്തിൻ്റെ പോളിസീസ് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി മറ്റു രാജ്യങ്ങളുടെ വിരോധം വാങ്ങുന്നത് മാത്രമല്ല, ഈ രാജ്യത്തുള്ള അവിടുത്തെ നാട്ടുകാരുടെ തൊഴിൽ, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ അവരിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലും കൈവച്ചിരിക്കുകയാണ്. ഒരുപാട് ലേ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ആ നാട്ടുകാർക്കും ഇവരെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ആളിന് പുറത്തിറങ്ങുന്നവരെയും ഇതെല്ലാം തന്നെ സഹിക്കുക എന്നതാണ് നാട്ടുകാരുടെയും ഒരു വിഷയം. അപ്പോൾ ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഒരുപാട് ലേ ഓഫ് നടത്തി. ഇപ്പോൾ ഓഫീസോ കാര്യങ്ങളോ ഇല്ലാതെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ന്യൂസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഒരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ട്, ഒരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ലോകം കീഴടക്കാൻ വേണ്ടി കുറച്ച് പേർക്ക് ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ US ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം നമുക്ക് ഡയറക്റ്റ്ലി ചിന്തിക്കുന്നെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു ന്യൂസ് വന്നിട്ടുള്ളത് മെക്സിക്കോയുടെ താരിഫിന് ഒരു മാസത്തെ ഒരു കാലയളവ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അതോടുകൂടി കാനഡയുടെയും മെക്സിക്കോയുടെയും കറൻസി നല്ല രീതിയിൽ റാലി നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് അൾട്ടിമേറ്റ്ലി അവരും ലക്ഷ്യം വയ്ക്കുന്നത് കേട്ടോ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെയും അതുപോലെയുള്ള എവിടെയൊക്കെ നിക്ഷേപങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ വില കുറച്ച് കൊണ്ടുവരിക, അവിടെ നിന്ന് അവരുടെ നിക്ഷേപം നടത്തിയതിനു ശേഷം നല്ല വാർത്തകൾ കൊണ്ടുവന്നിട്ട് മുകളിലോട്ടുണ്ട്. ഇപ്പം കാനഡയും മെക്സിക്കോയുടെയും കറൻസി ലോവർ സൈഡിൽ അവരുടെ ആൾക്കാർ മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അത് അയാൾ ഒരു നല്ല ന്യൂസ് പറഞ്ഞു, ഓക്കെ ഒരു മാസം ഡിലേ ചെയ്ത് കൊടുക്കാമെന്ന്. അതോടുകൂടി ആ കറൻസി ഷൂട്ടപ്പ് ആവുന്നുള്ളത് പുള്ളിക്കും അറിയാം, പുള്ളിയുടെ ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുവഴി ആ നല്ല രീതിയിൽ അവിടെ പ്രോഫിറ്റ് അവർ വാങ്ങുന്നുണ്ടാവും. പിന്നെ അവർ ഇത്രയും ചെറിയ രീതിയിലല്ല നോക്കുക, അത് ബില്യൺസിൻ്റെ കളികളാണ്. എന്തായാലും US മാർക്കറ്റ് വീണ്ടും എന്താ പറയുക, ഒരു സുഖകരമല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇടി തന്നെയാണ്. മാർക്കറ്റ് ഇടിയിലാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് കണ്ടാൽ തന്നെ നമുക്കും മനസ്സിലാക്കാൻ പറ്റും.
യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അവരുടെ എന്താ പറയുക നിരക്ക് എനിക്കതിൻ്റെ വാക്കുകൾ വരുന്നില്ല. എന്തായാലും ECB റേറ്റ് കട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 25 ബേസിസ് പോയിൻറ്റ്സ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2.5% ആണ് ഫൈനലി വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് കേട്ടോ. എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അതേപോലെ കാൾസീസിൻ്റെ ഒരു പ്ലാന്റ് ബാംഗ്ലൂരിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു രീതിയിലാണ് ഇത് നമ്മൾ കാണേണ്ടത്. ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ള. കാൾസീസ് എന്താണെന്ന് പറഞ്ഞാൽ അവർ ലെൻസാണ് പ്രധാനമായിട്ടുണ്ടായത്. ലെൻസ്, മൈക്രോസ്കോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ. സിനിമ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന മിക്ക ലെൻസുകളും ഇതിൻ്റെയാണ്, കാൾസീസിൻ്റെയാണ്. അപ്പോൾ ഒരുപാട് ക്വാളിറ്റി ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പേരാണ് ഒട്ടുമിക്ക ഈ ഫീൽഡിലുള്ള ആൾക്കാർക്കും ഓർമ്മ വരിക. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ 9 മാസം കൊണ്ട് അവരുടെ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകും എന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഇപ്പം ടെസ്ല ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇവർക്ക് എന്താ പറയുക, ഇവിടെ വന്നിട്ട് കോസ്റ്റ് കുറച്ച് സാധനം ഉണ്ടാക്കി ഇന്ത്യക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവരുടെ ടെക്നോളജി ഇന്ത്യയിൽ ഒരു എന്താ പറയുക വളർന്നു വരുന്ന ഒരു മാർക്കറ്റാണ്. അതിൻ്റെ സാധ്യതകൾ കണ്ടിട്ടാണ് അവരിപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് സീറ്റ് പിടിക്കുന്നത്. പിന്നീട് ഇത് ഒരു നല്ല രീതിയിലേക്ക് വരും, ഇന്ത്യ ഒരു മികച്ച രാജ്യമായി മാറുന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വന്നിട്ട് പതുക്കെ ഓരോരുത്തരായിട്ട് സീറ്റ് പിടിക്കുകയാണ്. ഓരോ കമ്പനികളും അങ്ങനെ വന്നിട്ട്, കാരണം അതിനനുസരിച്ചൊരു വിൽപ്പന സാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. സോ അതൊക്കെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ജപ്പാൻ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഹാങ്സങ് ചൈനീസ് മാർക്കറ്റിൻ്റെ ഡാറ്റ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 22,581 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 525 56 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. 22,555 അരമണിക്കൂർ മുമ്പേ മാർക്കറ്റ് നിൽക്കുന്നത്. സോ 30 പോയിന്റ് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 30 പോയിന്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും താഴെയാണ് ഇന്ന് ഓപ്പൺ ആയതും കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ ന്യൂസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും താഴോട്ട് പോകാനുള്ളതാണോ എന്നത് കാര്യം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഗോൾഡിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ $2,905 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ USD INR റേറ്റ്, ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒന്നുകൂടി സ്ലിപ്പായിട്ടുണ്ട്. 87 രൂപ 11 പൈസയാണ്. ഇന്നലെ 86 സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. അത് ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല എങ്കിലും മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇനി ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈവൻ്റാണ്. ഫസ്റ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡാറ്റ ഇന്നാണ് വരുന്നത്. യൂറോ ഏരിയ GDP ഗ്രോത്ത് റേറ്റ് ഇന്നാണ്. കാനഡ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, കാനഡ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, USA അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, USA നോൺ ഫാം പേറോൾസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്, നോൺ ഫാം പേറോൾസ്. ദെൻ USA പാർട്ടിസിപ്പേഷൻ റേറ്റ്, USA ഫെഡ് ചെയർ പവൽ സ്പീച്ച് എന്നാണ്. ദെൻ USA ബേക്കർ ഹ്യൂസ് ഓയിൽ ടോട്ടൽ റേറ്റ്സ് കൗണ്ട് ഇന്നാണ് പുറത്തു വരുന്നത്. ഇത് മാർച്ച് മാസത്തെ ഒരു ഡാറ്റയാണ് പുറത്തേക്ക് വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എനിക്കൊന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി 100, 200, 500 ഈ ലിസ്റ്റിലെല്ലാം നോക്കിയിട്ട് ഇന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളും ഞാൻ കണ്ടില്ല. F&O ബാനിൽ പതിവ് പോലെ ഇന്നും മണപ്പുറം തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നും തന്നെ ഇന്ന് അതിലേക്ക് വന്നിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 2,377 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,617 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 759 കോടിയുടെ വിഡ്രോവലാണ് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് നടന്നിട്ടുള്ളത്. സെക്ടറൽ പെർഫോമൻസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ എല്ലാം ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡാറ്റയാണ്. കാരണം ഇന്നലെ നിഫ്റ്റി റിയാലിറ്റി ഇന്നലെ റെഡിലാണ്, പക്ഷെ മിക്ക സെക്ടറുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയാണെങ്കിൽ റെഡാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എവിടെ നിന്ന് പണം വന്നിട്ട് ഇത് കയറിപ്പോയി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തായാലും അതിന് ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് മറുപടി തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഒന്ന് ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് സെഷനിലൊക്കെ നടക്കുന്നത് ലൈവ് മാർക്കറ്റിൽ ആ ഒരു പെർഫോമൻസ് കാണണം എന്നില്ല. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ETF നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ്, അതേപോലെ ഓട്ടോ ബീസ്, ഇത്രയും ETF ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതേസമയത്ത് ഗോൾഡ് ബീസും IT ബീസും ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസിൻ്റെ കാര്യം. ഇവിടെ
10-ാം തീയതി മാർച്ച് 10-11 ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ക്ലാസ്സാണ്. 2 ദിവസം ലൈവ് മാർക്കറ്റിലാണ് ഇത് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതിനായിട്ട് മറ്റ് പരിപാടികളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം, മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാനിത് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ മാക്സിമം രജിസ്ട്രേഷൻ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ദെൻ അധികം ഒരു വലിയ ഹ്യൂജ് ക്രൗഡിനെ ഒന്നല്ല പ്രതീക്ഷിക്കുന്നത്, ഒരു 10-20 മാക്സിമം ആൾക്കാർ, അത്ര തന്നെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. വളരെ മിനിമം ആണ് കേട്ടോ ഫീ. ഇതൊരുപാട് 10,000 കൊടുത്ത് പഠിക്കേണ്ട പരിപാടി എന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട. വളരെ മിനിമം ഒരു ഫീ ആണ് ഇത് വാങ്ങിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുക, ഇതിൻ്റെ ഒരു ആശയം. കാരണം ഒത്തിരി പേര് ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ചെയ്യുന്നത്, അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കുക. ബാക്കി സക്സസ്ഫുൾ ആവുന്നത് അവരുടെ തലവിധി പോലെയാണ്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് 22,337 ഞാൻ ഈ പറയുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ പറഞ്ഞ വാല്യൂവിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് എടുക്കുന്നതാണ്. സോ അവിടെ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് നോട്ടിഫൈ ചെയ്യണേ. 22,330 ഇന്നലെ 139 പോയിന്റിൻ്റെ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് കിട്ടിയത്, 0.62%. ഈ മാസത്തിൽ ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ 142 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഈ മാസത്തിലും 142 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.1 ആണ്. ഇത് ബുള്ളിഷ് മോഡാണ് ക്ലിയർലി. പക്ഷേ ഇത് ഒരു ദിവസത്തെ ഡാറ്റ കൊണ്ട് നിങ്ങൾ ബുള്ളിഷ് മോഡിലേക്ക് മാർക്കറ്റിനെ കയറ്റി വിടരുത്. ഇന്നത്തെ മാർക്കറ്റ് വാച്ച് ചെയ്യുക, വളരെ നല്ല രീതിയിൽ വിലയിരുത്തിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 23,000-ലാണ്, 53 ലക്ഷമാണുള്ളത്. ഹയസ്റ്റ് പുട്ടിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നത് 22,500-ൽ 55 ലക്ഷമാണ്. വിക്സ് 13.67-ലാണ് നിൽക്കുന്നത്. സ്പോട്ട് പ്രൈസ് 22,337-ആണ്. ഇന്നത്തെ CPR ഉള്ളത് 22,359, 380, 401 എന്നൊരു ലെവലിലാണ്. സോ അധികം വൈഡല്ല, ഒരു നാരോ ആണ് എന്ന് പറയാൻ പറ്റില്ല. നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് 417, അതേപോലെ 397-ആണ്. അപ്പോൾ ഒരു 16 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത്. അത് ചെറിയൊരു നോട്ട് റേറ്റ് സോൺ ആണ് വന്നിട്ടുള്ളത്. അതും CPR-ന്റെ അകത്ത് തന്നെയാണ് ഏകദേശം ഈ നോട്ട് റേറ്റ് സോൺ ഉള്ളത്. സോ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പ്രോപ്പർ നല്ല ട്രേഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22,417 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,497 വരെയും. ഇത് പറയുമ്പോഴാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ ഹെഡ് സ്പേസ് കുറവാണ്, അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല, മാർക്കറ്റിന് താഴോട്ട് വരാനാണ് സാധ്യത എന്നല്ല. എനിക്ക് 2-3 പേര് നല്ല മെസ്സേജ് അയച്ചിരുന്നത്, വളരെ കറക്റ്റായിരുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. ശരിക്കും ആ രീതിയിൽ തന്നെ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇന്ന് 22,417 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 22,497 വരെയും ഒരു 80 പോയിന്റിൻ്റെ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല 22,391 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 22,177 വരെയും ഏകദേശം 219 പോയിന്റോളം താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ സ്പേസും താഴോട്ടാണ് തന്നിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത്. മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോവും. ഞാൻ പറഞ്ഞതുകൊണ്ട് സ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ഞാൻ വല്ലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ രീതിയിൽ ആ ഒരു സെൻസിൽ തന്നെ അത് മനസ്സിലാക്കണേ. അപ്പോൾ ഞാനൊരാൾ ഇത് പറഞ്ഞതുകൊണ്ട് മാർക്കറ്റ് താഴോട്ടോ മുകളിലോട്ടോ പോവില്ല. ഇതൊരു കാൽക്കുലേഷൻ്റെ മുകളിലുള്ള പ്രതീക്ഷകളാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. ഈ രീതിയിലേക്ക് പോയേക്കാം എന്നുള്ളത് അതിൻ്റേതായ ഒരു സീരിയസ്നെസ് മാത്രം കൊടുക്കുക. പക്ഷെ പലപ്പോഴും കറക്റ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങളെല്ലാവരും പറയുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ തള്ളി മറിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയുന്ന മൊമെൻറ്റിൽ ഞാൻ ഈ പറയുന്നത് നിർത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക.
അതേപോലെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ നമ്മുടെ ഗ്രൂപ്പിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സിലേക്ക് എൻട്രി ഉണ്ട്. അപ്പം എന്താ പറയുക, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വളരെ മിനിമം ഫീലാണ് ക്ലാസ് ആയാലും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ക്ലാസ് മാർച്ച് 10-ാം തീയതി. അപ്പോൾ അതിന് മറക്കരുത്. നിങ്ങളുടെ പരിചയക്കാരോ നിങ്ങൾ ആരായാലും ഒന്ന് ഷെയർ ചെയ്ത് അവരുടെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുക. ബുക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ അലറി വിളിച്ച് പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ചയായിരിക്കും. അടുത്ത ആഴ്ചയിൽ നമുക്കൊരു ഹോളിഡേ വരുന്നുണ്ട്. ഹോളിയാണ് അടുത്ത നെക്സ്റ്റ് ഫ്രൈഡേ. സോ അടുത്ത ആഴ്ചയിൽ 4 ട്രേഡിംഗ് ഡേയ്സ് ആണ് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി കിട്ടുക. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. കോപ്പി ട്രേഡിംഗ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ജോയിൻ ചെയ്യാൻ, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗപ്പെടുത്തുക. ഓൾറൈറ്റ്. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു വെരി മച്ച്.